മാറി മാറി LDFും UDFും ഭരണം നടത്തുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ് എരുമപ്പെട്ടി. ഇടത് വലതു പാർട്ടികൾക്ക് കൃത്യമായ സംഘടനാ സംവിധാനമുള്ള എരുമപ്പെട്ടിയുടെ മണ്ണിൽ സ്വാധീനമുണ്ടാക്കാൻ BJP കൂടി ഇറങ്ങുന്നതോടെ ഇക്കുറി തീപാറും പോരാട്ടമാണ് നടക്കുന്നത്. ചെങ്ങാലിക്കോടന്റെ പെരുമയുള്ള ചെങ്ങഴിനാട് മച്ചാട് മലകളിൽ നിന്നും ഉത്ഭവിച്ച് ഗ്രാമത്തെ തഴുകി തലോടിയൊഴുകുന്ന വടക്കാഞ്ചേരി കേച്ചേരി പുഴ. ശാന്തസുന്ദരമാണ് എരുമപ്പെട്ടി ഗ്രാമം. എന്നാൽ ഇവിടുത്തെ രാഷ്ട്രീയ അന്തരീക്ഷം അത്രയങ്ങ് ശാന്തമല്ല. അതിനാൽ തന്നെ ശക്തമായ പോരാട്ടത്തിനായിരിക്കും ഇത്തവണ എരുമപ്പെട്ടി സാക്ഷ്യം വഹിക്കുക. തലപ്പള്ളി താലൂക്കിൽ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലാണ് 32.12 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്നത്. 18 വാർഡുകളാണ് നിലവിലുള്ളത്. വാർഡ് വിഭജനത്തിൽ ഒരു വാർഡ് വർദ്ധിച്ച് 19 ആയിട്ടുണ്ട്. കിഴക്ക് കാഞ്ഞിരക്കോടും പടിഞ്ഞാറ് കരിയന്നൂരുമാണ് പഞ്ചായത്തിന്റെ അതിർത്തികൾ. തലപ്പള്ളി കുന്നംകുളം താലൂക്കുകളിലായിട്ടാണ് വാർഡുകൾ സ്ഥിതി ചെയ്യുന്നത്. 30,000 പഞ്ചായത്തിലെ ആകെ ജനസംഖ്യ. ഭൗമസൂചിക പദവി ലഭിച്ച ചെങ്ങാലിക്കോടൻ നേന്ത്രവാഴയുടെ ജന്മനാട് എന്ന പ്രശസ്തിയും എരുമപ്പെട്ടിക്കുണ്ട്. ഇന്ത്യയിലെ അതിപ്രശസ്തമായ നെല്ലുവായ് ശ്രീ ധന്വന്തരി ക്ഷേത്രവും എരുമപ്പെട്ടിയെ അടയാളപ്പെടുത്തുന്ന സ്തംഭങ്ങളിൽ പ്രധാനപ്പെട്ടതാണ്. മങ്ങാട് സെന്റ് ജോർജ് പള്ളിയും കുതിരവേലയ്ക്ക് പേരുകേട്ട മങ്ങാട് അയ്യപ്പൻ ഭഗവതി ക്ഷേത്രവും എരുമപ്പെട്ടി ജുമാ മസ്ജിദും തിരുഹൃദയ ഫൊറോന ദേവാലയവുമെല്ലാം മതസൗഹാർദ്ദത്തിന്റെ കേന്ദ്രങ്ങളാണ്. ജില്ലയിലെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠനം നടത്തുന്ന സർക്കാർ വിദ്യാലയവും വടക്കാഞ്ചേരി ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രവും സ്ഥിതി ചെയ്യുന്നത് എരുമപ്പെട്ടിയിലാണ്. രാഷ്ട്രീയപരമായി നോക്കിയാൽ UDFനും LDFനും ഒരുപോലെ സ്വാധീനമുള്ള മണ്ണാണ് എരുമപ്പെട്ടി. ഇരുമുന്നണികളും പഞ്ചായത്ത് മാറി മാറി ഭരിച്ചിട്ടുണ്ട്. നിലവിൽ ഭരണം നടത്തിയിരുന്നത് LDF ആയിരുന്നു. S ബസന്തലാൽ ആയിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റ്. 10 CPMും 8 കോൺഗ്രസ് അംഗങ്ങളുമാണ് ഭരണസമിതിയിലുണ്ടായിരുന്നത്. കോൺഗ്രസ് നേതൃത്വം നൽകിയ 2015 ഭരണസമിതിയിൽ ഒരു BJP അംഗവും ഇടം നേടിയിരുന്നു. നിലവിലെ ഭരണസമിതിയിൽ കയറിപ്പറ്റാൻ BJPക്ക് കഴിഞ്ഞിരുന്നില്ല എങ്കിലും ഈ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റമുണ്ടാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ BJPയും പ്രവർത്തനം ഊർജിതമാക്കിയിട്ടുണ്ട്. പഞ്ചായത്തിന്റെയും MLAയുടെയും ജില്ലാ ബ്ലോക്ക് പഞ്ചായത്തുകളുടെയും ഫണ്ടുകൾ ഉപയോഗപ്പെടുത്തി പദ്ധതികൾ ആവിഷ്കരിച്ച് കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തികൾ നടത്തിയെന്ന് അവകാശപ്പെട്ടാണ് തുടർഭരണത്തിനായി LDF വോട്ട് ചോദിക്കുന്നത്. 147 കോടിയിലധികം രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് എരുമപ്പെട്ടിയിൽ നടക്കുന്നത്. അടിസ്ഥാന സൗകര്യ വികസനം എന്ന കാര്യത്തിൽ കുടിവെള്ളം, പാർപ്പിടം, റോഡുകൾ, വൈദ്യുതി, സ്ട്രീറ്റ് ലൈറ്റ്, വിദ്യാഭ്യാസ മേഖലയിലെ ആധുനിക സാങ്കേതിക വിദ്യാഭ്യാസത്തിൻ്റെ പ്രസക്തി അനുസരിച്ചുള്ള ഇടപെടൽ, കാർഷിക മേഖലയിലെ ഇടപെടൽ, കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ ആവശ്യമാവുന്ന പദ്ധതികൾ തുടങ്ങി ഒരു ദിവസം മുഴുവനെടുത്ത് പറഞ്ഞാൽ തീരാത്ത അത്രയും പദ്ധതികളാണ് എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഐകകണ്ഠേന തീരുമാനിച്ച് നടപ്പിലാക്കിയത്. ഏകദേശം 8 കോടിയോളം രൂപ റോഡുകളുടെ നവീകരണത്തിൽ നമുക്ക് ലഭ്യമാകുന്ന സാഹചര്യവും ഉണ്ടായി. പാർപ്പിട പ്രശ്നത്തിന് പരിഹാരം കാണാൻ ആയി എന്നുള്ളതും ഞങ്ങളുടെ മികച്ച നേട്ടമാണ്. പഞ്ചായത്ത് ഓഫീസ് സമുച്ചയം ഉൾപ്പെടെയുള്ള ആരോഗ്യ മേഖലയിലെ ആശുപത്രിയും സബ് സെൻ്ററുകളുടെയും അംഗൻവാടികളുടെയും നവീകരണവും ഞങ്ങളെ മെച്ചപ്പെട്ട നിലയിലേക്ക് ആക്കുകയുണ്ടായി. 5 വർഷക്കാലത്തെ നേട്ടങ്ങൾ ഈ നാട്ടിലെ സാധാരണക്കാർക്ക് പ്രാപ്യമായി എന്ന് ഈ ഭരണസമിതിക്ക് അഭിമാനത്തോടു കൂടി പറയാൻ വേണ്ടി കഴിയും. എന്നാൽ LDF ഭരണം ജനങ്ങൾക്ക് നിരാശ മാത്രമാണ് സമ്മാനിച്ചതെന്ന് പ്രതിപക്ഷത്തെ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ലീഡർ MK ജോസ് അഭിപ്രായപ്പെട്ടു. കഴിഞ്ഞ 5 വർഷത്തെ CPMന്റെ ഭരണം എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തിന് അഴിമതിയിലും ദുർഭരണത്തിലും ആക്കിയതിന്റെ പേരിൽ വളരെയധികം പിറകോട്ടടിക്കുകയാണ് ഉണ്ടായത് വികസന കാര്യങ്ങൾ. അതിൽ ഓരോ കാര്യങ്ങളുടെ എണ്ണമിട്ട് പറയുകയാണെങ്കിൽ തൊഴിലുറപ്പ് മേഖലയിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ആട്ടുംകൂട് തൊഴുത്ത് എന്നീ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ പദ്ധതി നടപ്പാക്കിയില്ല. ഭീമമായ അഴിമതിയാണ് നടന്നത്. അഴിമതി സത്യപക്ഷപാതം നടന്നത്. അതിൽപ്പെട്ട ഗുണഭോക്താക്കൾ ഇന്ന് ബാങ്കിന്റെ ജപ്തി ഭീഷണി നേരിടുകയാണ്. ഇപ്പോൾ നിരവധി വർഷങ്ങളായിട്ടുള്ളൊരു ആവശ്യങ്ങളായിരുന്നു പൊതുമാർക്കറ്റും ബസ് സ്റ്റാൻഡും. ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ഈ ഭരണസമിതിക്ക് സാധിച്ചില്ല. അതേമാതിരി ജലജീവൻ പദ്ധതി നടപ്പാക്കിയതിൽ ഗ്രാമീണ റോഡുകളൊക്കെ തകർന്നു. ആ തകർന്ന റോഡ് പുനരുദ്ധരിക്കാൻ യാതൊരു നടപടിയും ഒരു ഫണ്ടോ ഈ നമ്മുടെ ഭരണസമിതി മുന്നോട്ട് വയ്ക്കാനുണ്ടായില്ല. ലൈഫ് ഗുണഭോക്താക്കളിൽ നമ്മൾ തുച്ഛമായ വിരലിലെണ്ണാവുന്ന പേർക്കാണ് 4 ലക്ഷം രൂപയുടെ പദ്ധതി ആനുകൂല്യം കൊടുക്കാൻ പറ്റിയത്. കാരണം വെച്ചാൽ ഗുണഭോക്താക്കൾ 4 ലക്ഷം രൂപ കൈപ്പറ്റാൻ സാധിച്ചില്ലെന്ന് ചുരുക്കം. ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണെന്നാണ് LDFന്റെ വാദം. കോൺഗ്രസിന്റെയും CPMന്റെയും പരസ്പര ആരോപണങ്ങളും പ്രതിഷേധ സമരങ്ങളും പലപ്പോഴും ഏറ്റുമുട്ടലിന്റെ വക്കിലെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എരുമപ്പെട്ടിയിലെ തദ്ദേശ പോരാട്ടത്തിന് വീറും വാശിയും വളരെ കൂടുതലായിരിക്കുമെന്നതിൽ ഒട്ടും സംശയമില്ല.
ഭരണം നിലനിർത്താൻ LDF-ഉം പിടിച്ചെടുക്കുവാൻ UDF-ഉം നിലം മെച്ചപ്പെടുത്താൻ BJP-യും എരുമപ്പെട്ടിയുടെ പോർക്കളത്തിൽ കച്ചകെട്ടി ഇറങ്ങിക്കഴിഞ്ഞു. തൊടുക്കുവാനുള്ള ആരോപണങ്ങളുടെ അസ്ത്രങ്ങൾ മൂർച്ച കൂട്ടി മുന്നണികൾ ആവനാഴികൾ സൂക്ഷിച്ചിട്ടുണ്ട്. എരുമപ്പെട്ടിയുടെ അങ്കത്തട്ടിൽ ആര് വീഴും, ആര് വിജയക്കൊടി നാട്ടും, നമുക്ക് കാത്തിരുന്ന് കാണാം. ക്യാമറ പേഴ്സൺ ഇബ്രാഹിം പഴൂരിനോടൊപ്പം AM റഷീദ്, എരുമപ്പെട്ടി.